بسم الله الرحمن الرحيم وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره واتخذ سبيله في البحر عجبا قال ذلك ما كنا نبغي فارتدا على آثارهما قصصا فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما قال له موسى هل أتبعك على أن تعلمني مما علمت رشدا بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته ومن والاه وبعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വറബ്ബുകൽ ഗഫൂറു ദുർ റഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബു ലഅജ്ജല ലഹുമുൽ അദാബ് ബൽ ലഹും മൗഇദുൻ ലൻ യജിദു മിൻ ദൂനിഹി മൗഇല വതിൽകൽ ഖുറ അഹ്ലക്നാഹും ലമ്മാ ളലമു വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ. അതുവരെയാണ് വിശദീകരിച്ച് വെച്ചത്. ഇനി വിശുദ്ധ ഖുർആനിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഖിദ്ർ അലൈഹിസ്സലാമയും തമ്മിലുള്ള യാത്ര, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് പഠിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനയും നിർദ്ദേശവും അനുസരിച്ച് നടത്തിയ യാത്ര, അതിലെ സംഭവങ്ങൾ, ഇതാണ് ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ തുടർന്ന് മനസ്സിലാക്കാനുള്ളത്. കുറേ വിഷയങ്ങൾ ഉൾക്കൊണ്ട ഒരു ഭാഗമാണ് ഇനി വരാനിരിക്കുന്നത്. തഫ്സീറുകളിൽ ഏറെ പ്രസ്താവിച്ച കുറേ വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഭാഗമാണ് ഇനി വരാനുള്ളത്. وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره فاتخذ سبيله في البحر عجبا قال ذلك ما كنا نبغ فارتدا على آثارهما قصصا فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. ഇത്രയും ഭാഗമാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ കഹ്ഫിൽ നമ്മളിപ്പോൾ ഒരു കഥ മനസ്സിലാക്കി. ഏതാ കഥ? അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവം തുടക്കത്തിൽ. പിന്നെ ഒരു കഥ മനസ്സിലാക്കി. അതേതാ? തോട്ടക്കാരൻ, സാഹിബുൽ ജന്നത്തൈൻ, രണ്ട് തോട്ടത്തിൻ്റെ ഉടമയുടെ കഥ, അതിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കി. മൂന്നാമതൊരു കഥ ഇവിടെ പറയാം. സൂറത്തുൽ കഹ്ഫിൻ്റെ അവതീർണതയിൽ മുശ്രിക്കീങ്ങൾ യഹൂദരോട് ചെന്ന് ചോദിക്കുകയാണ്, മുഹമ്മദ്
സത്യപ്രവാചകനാണ് എങ്കിൽ, അങ്ങനെ വാദിക്കുന്നുവെങ്കിൽ 3 ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പറയാണ്. 1 റൂഹ് ആത്മാവിനെക്കുറിച്ച്, 2 കഹ്ഫിൻ്റെ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച്, 3 ദുൽഖർനൈനിയെക്കുറിച്ച് അങ്ങനെ ചോദിക്കാൻ പറയാണ്. അപ്പോൾ പിന്നെ യഹൂദർ പറഞ്ഞത് നബിയാണ് എങ്കിൽ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും എന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയാമെന്ന് പറഞ്ഞു, വഹി പ്രതീക്ഷിച്ചിട്ട്. പക്ഷേ ഇൻഷാ അള്ളാഹ് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറന്നുപോയി. അതിനാൽ വഹി വൈകി. അപ്പോൾ എന്തിനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമയും തമ്മിലുള്ളതായി കഥ ഇവിടെ വിശുദ്ധ ഖുർആനിലൂടെ കൊണ്ടുവന്നത്? അതിൻ്റെ പൊരുളുകളിൽ ഒരു പൊരുൾ പണ്ഡിതന്മാർ പറയുന്നത്, നിങ്ങൾ റൂഹിനെക്കുറിച്ചും അതേപോലെ തന്നെ ദുൽഖർനൈനിയെക്കുറിച്ചും അതേപോലെ തന്നെ പിന്നെ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചും ചോദിച്ചാൽ നബിയാണ് എങ്കിൽ മുഹമ്മദ് പറയും എന്നാണ് ആര് പറഞ്ഞത്? യഹൂദര് പറഞ്ഞു. നബിയാണെങ്കിൽ മുഹമ്മദ് അത് പറയണം എന്ന അർത്ഥത്തിലാണ് യഹൂദര് പറഞ്ഞത്. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത്, നബിയാണെന്ന് വിചാരിച്ചിട്ട് എല്ലാം ചോദിക്കണതൊക്കെ പറഞ്ഞോളുന്നില്ല, നബിയാണെന്ന് വിചാരിച്ചിട്ട് എല്ലാം അറിഞ്ഞോളുന്നില്ല, ചോദിക്കുന്നതൊക്കെ പറഞ്ഞോളുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ വഹി നൽകിയത് അതേ പറയുള്ളൂ. നബിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാപ്യമല്ലാത്ത വിഷയങ്ങളുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് യഹൂദർ സമ്മതിക്കുന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം. അതിൻ്റെ ഉദാഹരണമാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയാത്ത വിഷയങ്ങൾ ചോദിക്കാനാണ് അടുക്ക് പോയത്, ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ജൂതർ അങ്ങനെ ജൽപ്പിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അവരുടെ ജൽപ്പനം ശരിയല്ല. അതിന് ഉദാഹരണമാണ് ഖിദ്റിൻ്റെ അടുക്കലേക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോയത്. മൂസ ഇസ്രായേലിയരിലേക്ക്, ജൂതരിലേക്ക് നിയോഗിതനായ പ്രവാചകനാണ്. അപ്പോൾ ആ ഒരു വിഷയം കൂടി ഇവിടെ ബോധ്യപ്പെടുത്താനാണ് ഈ സംഭവം കൊണ്ടുവന്നത് എന്ന് മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? തയ്യിബ്. ഇവിടെ വഇദ് ഖാല മൂസ ലിഫതാഹു, വഇദ് ഖാല മൂസ പറഞ്ഞ സന്ദർഭം നിങ്ങൾ അനുസ്മരിക്കുക. ലിഫതാഹു, തൻ്റെ ഫതയോട്. ഫത എന്ന് പറഞ്ഞാൽ യുവാവ്, ബാല്യക്കാരൻ എന്നുള്ള അർത്ഥത്തിലാണ് ഫത. അതിൻ്റെ സ്ത്രീലിംഗാണ് ഫതാത്ത്. യുവാവ്, യുവതി അർത്ഥത്തിന് പ്രയോഗിക്കും. അതേപോലെ തന്നെ ഭൃത്യ എന്ന അർത്ഥത്തിന് പ്രയോഗിക്കും. ഭൃത്യൻ എന്ന അർത്ഥത്തിന് ഫത പ്രയോഗിക്കും, ഫതാത്ത്. ഇവിടെ വഇദ് ഖാല മൂസ, വാവ് ഇസ്തിനാഫ്, ഒരു പുതിയ സംഭവം തുടങ്ങുക എന്നർത്ഥത്തിലാണത് വാവ്. ഇദ് ഖാല മൂസ പറഞ്ഞ, ഇത് നമ്മൾ ബർഫാണ്, ഹൈൻ അവസരം, അതിൻ്റെ മുമ്പൊരു ക്രിയ കളയപ്പെട്ടതാണ്. ഉസ്കുർ ഇദ് ഖാല മൂസ എന്നാണ്. മൂസ പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. ഉസ്കുർ ഇത് എന്നുള്ളതിൻ്റെ ആമിൽ കളയപ്പെട്ട ക്രിയയാണ്. അപ്പോൾ ഉസ്കുർ ഇദ് ഖാല മൂസ പറഞ്ഞ സന്ദർഭം ഓർക്കുക. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ ഇബ്നു ഇമ്രാനാണ്. അതിൻ്റെ അബ്രാനി ഭാഷ മൂഷ എന്നാണ്. മൂഷ മൂ എന്നുള്ളത് അബ്രാനി ഭാഷയിൽ വെള്ളത്തിനും, ഷായ് എന്നുള്ളത് അബ്രാനി ഭാഷയിൽ വൃക്ഷത്തിനാണ് പറയുക, മരത്തിനാണ് പറയുക. നൈൽ നദിയിൽ വെള്ളത്തിനും അതേപോലെ തന്നെ ഈ നദിക്കരയിലുള്ള മരങ്ങളുണ്ടല്ലോ, അതിനിടയിൽ നിന്നാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ പിന്നെ ഫിറൗൻ്റെ ഭാര്യയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് കുട്ടിക്ക് പിന്നെ ഈ പേര് മൂസ എന്ന പേര് അബ്രാനി ഭാഷയിൽ നാമകരണം ചെയ്യപ്പെട്ടത് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളത്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് യൂഷ എന്നാണ്, അല്ലെങ്കിൽ യസൂർ. യൂഷ അല്ല, യസൂർ, ഇങ്ങനെയാണ് യസൂർ അല്ലെങ്കിൽ യശൂർ. അബ്രാനി ഭാഷയിൽ യശൂർ എന്നാണ്. അറബികൾ അവർക്ക് പിന്നെ ഈ യശൂർ എന്ന നാമം ഉച്ചരിക്കാൻ 2 തടസ്സമുണ്ട്. ഒന്ന്, ഇത് അനറബി പദമാണ്. യശൂർ എന്നുള്ളത് അബ്രാനി വേർഡാണ്. അറബികൾക്കത് അബ്രാനി പദം ഉച്ചരിക്കാൻ അവർക്കൊരു പ്രയാസമാണ്. അതേപോലെ തന്നെ അതിനാണ് സഖലുൽ ഉജ്മ എന്ന് പറയുക. ഉജ്മ അനറബി
വേർഡ് ഉച്ചരിക്കാനുള്ള പ്രയാസം. പിന്നെ ഇതിൻ്റെ കൂർവയും അറബികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ ഉച്ചാരണത്തിന് വേണ്ടിയിട്ട് ഈ ഐനിനെ തുടക്കത്തിൽ കൊണ്ടുവന്നു. മനസ്സിലായി? ഐനിനെ തുടക്കത്തിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അവർ അതിനാണ് കൽബുൽ മക്കാൻ എന്ന് പറയാം. അറബി ഭാഷയിൽ കൽബുൽ മക്കാൻ എന്ന് പറയാം. അറബികൾ എന്ത് ചെയ്ത് ഈ തുടക്കത്തിൽ കൊണ്ടുവന്നിട്ട് ഷീന് മാറ്റി സീനാക്കി, വാവ് മാറ്റി അലിഫാക്കി, അങ്ങനെ ഈസ എന്നാക്കി. അറബികൾ ആണ് എന്ത് ചെയ്തത്, യശൂ എന്നുള്ള ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരിനെ ഈസ എന്നാക്കിയത്, അവരുടെ ഉച്ചാരണത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ ക്രൈസ്തവർ പറയില്ല യേശു എന്നല്ലേ, അത് യശൂ എന്നുള്ളതാണ് അതിൻ്റെ അബ്രാനി ഭാഷ. അറബികൾ ഉച്ചാരണത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട്, ഒന്ന് ഇത് അനറബി വേർഡാണ്, അത് അനറബി വേർഡ് ഉച്ചരിക്കാൻ അവർക്ക് പ്രയാസമാണ്. പിന്നെ ഇതിൻ്റെ ഘടനയിലും എന്തുണ്ട്, ഘടനാപരമായിട്ടും ഇതിലൊരു സിഖൽ ഭാരമുണ്ട് ഉച്ചരിക്കാൻ. അതുകൊണ്ട് തന്നെ നഖലുൽ കൽബുൽ നഖൽ അല്ലെങ്കിൽ ഇൻകാൽ എന്നൊക്കെ അതിന് പറയാം അറബി ഭാഷയിൽ. എന്ത് ചെയ്ത് ഐനിനെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ഷീനിനെ സീനാക്കിയിട്ട് വാവിനെ അലിഫാക്കി മറിച്ച് ഈസ എന്നാക്കി മാറ്റി അറബികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയപ്പോൾ അറബികളിലേക്കാണ് അതിൻ്റെ അവതീർണത. അതുകൊണ്ട് തന്നെ അവരെങ്ങനെയാണ് ഉച്ചരിച്ചത് ആ രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ അവതരിപ്പിച്ചത്. അപ്പോൾ യശൂ എന്നുള്ളത്, യശൂ എന്ന് പറഞ്ഞാൽ സയ്യിദുൽ മുബാറക് എന്നാണ്, അനുഗ്രഹീത നേതാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് പിന്നീട് ഈസ ആക്കി മാറിയത്. അതേപോലെയാണ് മോശെ എന്നല്ലേ പറയാറ്, മോശെ പ്രവാചകൻ എന്നാണ് പറയാം. അത് ഈ അബ്രാനി ഭാഷയാണ് അതിൻ്റെ അടിസ്ഥാനം. അതിൽ നിന്ന് എടുത്തിട്ടാണ് അങ്ങനെ പറയുന്നത് മോശെ എന്ന് പറയുന്നത്. മോശെ എന്ന് പറഞ്ഞാലും യേശു എന്ന് പറഞ്ഞാലും അത് അബ്രാനി ഭാഷയെ അനുകരിച്ചാണ്. അൽ മസീഹ് എന്നുള്ളത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള സ്ഥാനപ്പേരാണ്, യഥാർത്ഥ പേര് അദ്ദേഹത്തിനുള്ള സ്ഥാനപ്പേര്, വിശുദ്ധൻ എന്ന അർത്ഥത്തിൽ, പവിത്രൻ, വിശുദ്ധൻ എന്നുള്ള അർത്ഥത്തിൽ. അതേപോലെ മറിയം എന്നുള്ളതും അബ്രാനി വേർഡാണ്, അതങ്ങനെ തന്നെ. പക്ഷേ അതിനെ ഉച്ചാരണത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, ഉച്ചാരണ ഭാരമല്ല. അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അസലിൽ തന്നെ അതിനെ നിലനിർത്തി. അതേസമയം യശൂ മാറ്റി മോശ എന്നുള്ള ഇതും മാറ്റി. അതാണ് പിന്നീട് മൂസയായത്. മൂസ ഇബ്നു ഇമ്രാൻ. വഇദ് ഖാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. ആരോട് പറഞ്ഞു? ലി ഫതാഹു, തൻ്റെ ഫതയോട്. ഫത എന്ന് പറഞ്ഞാൽ യുവാവ്. ലി ഫതാഹു, തൻ്റെ യുവാവിനോട്, ഫതയോട്. അവിടെ ഈ ഫത അത് യൂഷ ഇബിൻ നൂനാണ്. അത് യൂഷ ഇബിൻ നൂനാണ് എന്നതിൽ പണ്ഡിതന്മാർക്ക് ഇത്തിഫാക്കുണ്ട്. യൂഷ ഇബിൻ നൂൻ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്തതികളിൽ യൂസുഫിൻ്റെ പേരക്കുട്ടിയാണ്. യൂസുഫിൻ്റെ പേരമക്കളിലാണ് യൂഷ വരിക. അതേസമയം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ ലാവിയുടെ സന്താന പരമ്പരയിലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. എല്ലാവരും യാക്കൂബ് നബീൻ്റെ സന്താന പരമ്പരയിലാണ്. പക്ഷേ യൂസുഫിൻ്റെ സന്താന പരമ്പരയിലാണ് യൂഷ ഇബിൻ നൂൻ. ലാവി പ്രവാചകൻ്റെ സന്താന പരമ്പരയിലാണ് മൂസ ഇബ്നു ഇമ്രാൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലശേഷം ഇസ്രായേലിയരുടെ നേതൃത്വം ഈ യൂഷ ഇബിൻ നൂനായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. അതിൻ്റെ ചില ചരിത്രങ്ങളും അതേപോലെ തന്നെ വിഷയങ്ങളൊക്കെ തഫ്സീറുകളിലും വന്നിട്ടുണ്ട്. ഇവിടെ വൈദ് ഖാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം ലി ഫതാഹു, തൻ്റെ ഫതയോട്. അത് യൂഷ ഇബിൻ നൂൻ എന്ന പ്രവാചകനാണ്. അദ്ദേഹം പ്രവാചകനാണ് എന്നുള്ളതാണ് ചരിത്രത്തിൽ വന്നിട്ടുള്ളത്. എന്താ തൻ്റെ ഫതയോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? ലാ അബ്റഹു ഹത്ത അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ. ലാ അബ്റഹു എന്ന് പറഞ്ഞാൽ ലാ അസാലു അസീർ, ഞാൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ലാ അബ്റഹു എന്ന് പറഞ്ഞാൽ ഞാൻ പോയിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം. ലാ അബ്റഹു, ഞാൻ പോയിക്കൊണ്ടേയിരിക്കും. ലാ അസാലു അസീർ, ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഹത്ത അബ്ലുഗ, ഞാൻ എത്തുന്നത് വരെ. എവിടെ? മജ്മഅൽ ബഹ്റൈൻ,
ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ 2 സമുദ്രങ്ങൾ. ബഹ്റൈൻ 2 സമുദ്രങ്ങൾ. മജ്മ എന്ന് പറഞ്ഞാൽ സംഗമസ്ഥാനം. 2 സമുദ്രങ്ങളുടെ മജ്മ, സംഗമസ്ഥാനം. 2 സമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്ത് ഞാൻ എത്തുന്നത് വരേക്കും ല അബ്രഹ് എന്ന് പറഞ്ഞാൽ ലാ അസാലു അസീർ, ഞാൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും, ഞാൻ പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ബരിഹ എന്നുള്ളത് ഖവാത്തിൽപ്പെട്ടത് എന്ന് അതിന് പറയാം. നഹ്വിൽ നമ്മൾ പഠിക്കൂലേ, കെക്കാന ബാത്ത അദ്ഹ അസ്ബഹ അംസ വസാറ ലൈസ സാല ബരിഹ. പിന്നെ നാഖിസായ ഫിഅൽ എന്നൊക്കെ ഇനി പറയാം. ലാ അബ്രഹു ഹത്ത അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ, മജ്മഉൽ ബഹ്റൈനിൽ ഞാൻ എത്തുന്നത് വരേക്കും ഞാൻ പോയിക്കൊണ്ടിരിക്കും. ഔ അംദിയ ഹുക്മ, ഔ അല്ലെങ്കിൽ അംദിയ ഞാൻ പോയിക്കൊണ്ടിരിക്കും. അംദിയ ഞാൻ പോയിക്കൊണ്ടിരിക്കും. അതായത് ഔ എന്നുള്ളത് ആത്തിഫാണ്. ഔ അല്ലെങ്കിൽ ലാ അബ്രഹു, അല്ലെങ്കിൽ പിന്നെ അംദിയ ഹുക്മ ലാ അബ്രഹു ഹത്ത അബ്ലുഗ എന്നുള്ളടത്തേക്കാണ് ഇതിനകത്ത്. ഔ ലാ അബ്രഹു ഹത്ത അംദിയ ഹുക്ബ. ഹുക്ബ് എന്ന് പറഞ്ഞാൽ എന്താ? ദീർഘകാലം. ഹുക്ബ് ലാബിസീന ഫീഹ അഹ്ഖാബാറല്ലേ, എവിടെ പറഞ്ഞേ? സൂറത്ത് നബയിൽ. അഹ്ഖാബ്, ഹുക്ബ്. ഹുക്ബത്ത് എന്ന് പറഞ്ഞാൽ ദീർഘകാലം എന്നാണ് അർത്ഥം. ഹുക്ബത്ത് എന്ന് പറഞ്ഞാൽ ദീർഘകാലം. അതിൻ്റെ ബഹുവചനാണ് ഹുക്ബ. മറ്റൊരു ബഹുവചനാണ് അഹ്ഖാബ്, മറ്റൊന്നാണ് അഹ്ഖാബ്. ഹുക്ബ, അതേപോലെ അഹ്ഖാബ്, ഇതൊക്കെ ഹുക്ബത്തിൻ്റെ ബഹുവചനാണ്. ഹുക്ബത്ത് എന്ന് പറഞ്ഞാൽ ദീർഘകാലം. അതിന് ചിലർ 80 വർഷം എന്നാണ്. ഈ ദീർഘകാലത്തിൻ്റെ പരിധി 80 വർഷമാണെന്നൊക്കെ പറഞ്ഞവരുണ്ട്. എന്ന് പറഞ്ഞാൽ ദീർഘകാലങ്ങൾ എന്നാണ് അതിൻ്റെ ഉദ്ദേശം, കുറേ കാലം എന്നുള്ള അർത്ഥം. അപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഫത്തയോട് പറഞ്ഞു, ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും മജ്മഉൽ ബഹ്റൈനിൽ എത്തുന്നത് വരെ. ഔ അംദിയ ഹുക്മ, അല്ലെങ്കിൽ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും ദീർഘകാലം, ഞാൻ പോയിക്കൊണ്ടിരിക്കും, അതുവരെ എൻ്റെ സഞ്ചാരം തുടരുന്നർത്ഥം. ഹുക്മ എന്ന് പറഞ്ഞാൽ ദീർഘകാലങ്ങൾ. അംദിയ എന്ന് പറഞ്ഞാൽ ഞാൻ പോവുക, പോയി, അംദി ഞാൻ പോകും. അതായത് പിന്നെ മജ്മഉൽ ബഹ്റൈനിൽ എത്തുന്നത് വരെ ഞാൻ എൻ്റെ സഞ്ചാരം തുടരും, അല്ലെങ്കിൽ ഞാൻ ദീർഘകാലം പോയിക്കൊണ്ടിരിക്കും. ദീർഘകാലം ഞാൻ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ നിലയ്ക്ക് എൻ്റെ സഞ്ചാരം തുടരുന്നർത്ഥം. ആ നിലയ്ക്ക് എൻ്റെ സഞ്ചാരം തുടരും. ഇവിടെ മജ്മഉൽ ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ ഇത് 2 സമുദ്രങ്ങളുടെ സംഗമസ്ഥാനമാണ്. ഏതാണ് ആ സംഗമസ്ഥാനം? അത് സഹിഹായ ഹദീസുകളിലൊന്നും വന്നിട്ടില്ല. പിന്നെ മുഫസ്സിരീങ്ങൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞ് അറേബ്യൻ കടലും ബഹ്റുൽ കൽസും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് സീ, ബഹ്റുൽ അഹ്മർ, റെഡ് സീയും അതേപോലെ തന്നെ അറേബ്യൻ സമുദ്രവും സംഗമിക്കുന്ന സ്ഥലം, അവിടെയാണ് ഈ മജ്മഉൽ ബഹ്റൈൻ. ചിലർ പറഞ്ഞ് ഈ ബഹ്റുൽ കൽസുമും ബഹ്റുൽ അബിയദും അൽ മുത്തവസിത്ത്, മധ്യധരണ്യായി, മെഡിറ്ററേനിയൻ കടൽ, മധ്യധരണ്യായും അതേപോലെ തന്നെ റെഡ് സീയും സംഗമിക്കുന്ന സ്ഥലം, സൂയസ് കനാലൊക്കെ പിന്നീട് നിർമ്മിക്കപ്പെട്ട ആ സ്ഥാനം, അവിടെയാണ് അതുകൊണ്ട് ഉദ്ദേശം. അങ്ങനെ പറഞ്ഞവരുണ്ട്. ചിലർ പറഞ്ഞ് ഈ ബഹ്റുൽ അബിയദുൽ മുത്തവസിത്ത് എന്ന് പറഞ്ഞാൽ മധ്യധരണ്യായി, മെഡിറ്ററേനിയൻ കടലും അതേപോലെ തന്നെ ബഹ്റുൽ അറ്റ്ലസി, അറ്റ്ലാന്റിക് സമുദ്രവും സംഗമിക്കുന്ന സ്ഥലം, അതാണ് ജിബ്രാൾട്ടർ കടലെടുക്ക്. അവിടെയാണ് ഈ സ്ഥലം. അങ്ങനെ പറഞ്ഞവരുണ്ട്. ചിലർ പറഞ്ഞ് ഇത് ഈജിപ്തിൽ നൈൽ നദിയിലെ മാവുൻ അബിയതും ഉണ്ട്, മാവുൻ അസ്റഖും ഉണ്ട്. നീല വർണ്ണത്തിൽ കാണുന്ന വെള്ളമുണ്ട്, അതേപോലെ തന്നെ വെള്ളയായിട്ട് കാണുന്ന വെള്ളമുണ്ട്. അത് രണ്ടും കൂടിച്ചേരുന്ന സ്ഥലമാണ് അവിടെ ഉദ്ദേശം. അങ്ങനെ പറഞ്ഞവരുണ്ട്. പല അഭിപ്രായങ്ങളാണ് ഈ മജ്മഉൽ ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ എവിടെ എന്നുള്ള വിഷയത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് മജ്മഉൽ ബഹ്റൈൻ, 2 സമുദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥലം എന്നുള്ളത്. അത് നിർണ്ണയിക്കുന്നതിൽ പല അഭിപ്രായങ്ങളാണ് പലരും പറഞ്ഞിട്ടുള്ളത്. ചിലർ പറഞ്ഞത് പിന്നെ അത്
ഈ ബ്ലാക്ക് സീയും അതേപോലെ തന്നെ ഈ പിന്നെ ഇതും മെഡിറ്ററേനിയൻ കടലും സംഗമിക്കുന്ന സ്ഥലമാണ് അഖബയിൽ. ഇങ്ങനെയൊക്കെ അഭിപ്രായം പറഞ്ഞവരുണ്ട്. ഏതായാലും അത് പിന്നെ മുഫസ്സിരീങ്ങൾ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നമ്മൾ പറയാണ്. ഇവിടെ അത് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണ്ണയിച്ചിട്ട് ഇന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ടില്ല. ഹദീസുകളിലും ഇന്ന സ്ഥലമാണെന്ന് നിർണ്ണയിച്ച് വന്നിട്ടില്ല. മജ്മഉൽ ബഹ്റൈൻ എന്ന് പറഞ്ഞെങ്കിൽ 2 സമുദ്രങ്ങളുടെ സംഗമസ്ഥാനം, അവിടെ ഞാൻ എത്തുന്നത് വരെ എന്നാണുള്ളത്. അത് എത്തുന്നതുവരെ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്നാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഫതയോട് പറഞ്ഞത്. ഇത് ഇപ്പം ഇവിടെ വിശുദ്ധ ഖുർആനിൽ ഈ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ചില ഏറെ വിഷയങ്ങൾ ഇവിടെ ഉണ്ട്, ഹദീസുകൾ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ പല സ്ഥലങ്ങളിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഖിദറും നടത്തിയ ഈ ഇതുണ്ടല്ലോ, ഈ യാത്ര, അതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇമാം മുസ്ലിം അതേപോലെ തന്നെ പിന്നെ മനാഖിബ് ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്ഥാനം അറിയിക്കുന്ന പിന്നെ ബാബ് എന്ന പേരിലൊരു അധ്യായം തന്നെ കൊടുത്തിട്ട് അതിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സുനനുകളിൽ സുനൻ ഇബ്നു മാജ, അതേപോലെ സുനൻ നസായി, സുനൻ അബീ ദാവൂദ്, സുനൻ തുർമുദി, ഇതിലൊക്കെ വന്നിട്ടുണ്ട്. ഇമാം ഹാക്കിം ഒക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. ഈ അതായത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഖദറും തമ്മിലുള്ളതായി സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ വരാത്ത ചില ഭാഗങ്ങൾ ഇവിടെ ഉണ്ട്, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചില ഭാഗങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ സംഭവം പറയുമ്പോൾ പിന്നെ ആ ഹദീസുകളെ അനുസ്മരിക്കൽ അനിവാര്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സംഭവങ്ങളുടെ ഇവിടെ വരാത്ത ഭാഗങ്ങളെ ഇവിടെ നമ്മൾ അനുസ്മരിക്കും. അവിടെ തുടക്കത്തിലുള്ളതെന്ന് വെച്ചാൽ പിന്നെ എപ്പോഴാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഫതയോട് ഞാൻ പോയിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞത്? അത് ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. പിന്നെ അൽ ഹുർ ബിൻ ഖൈസ് അൽ ഫസാരി എന്ന് പറയുന്ന സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവോട് സംസാരത്തിലായി, തർക്കത്തിലായി. അതായത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യാത്രയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടുമുട്ടിയ വ്യക്തി ഖദിർ ആണോ അല്ലേ, അല്ലെങ്കിൽ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയാണോ അല്ലേ എന്നില്ലായിരുന്നു സംസാരം. അപ്പോൾ എന്ത് ചെയ്തു, ഉബൈ റളിയല്ലാഹു തആല അൻഹുവിനോട്, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്ത്, ഇബ്നു അബ്ബാസിനോട് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ വിശദമായ ഹദീസ് പറഞ്ഞു കൊടുത്തു. അതിലെന്താണുള്ളത്, ഇസ്രായേല്യരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഉബൈ പറയാണ്. ആരോട്? ഇബ്നു അബ്ബാസിനോട്. ഇസ്രായേല്യരിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രാസംഗികനായിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണ നാളുകൾ, ഇതൊക്കെ അനുസ്മരിച്ചുകൊണ്ടൊരു പ്രാസംഗികനായിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേല്യരിൽ നിന്ന് അങ്ങനെ പ്രസംഗിച്ചപ്പം പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട്, മൂസ, ഇസ്രായേല്യരിൽ നിങ്ങളെക്കാൾ അറിവുള്ള വല്ലവരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയാണുള്ള പ്രവാചകൻ. സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞു വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞു, എന്നേക്കാൾ അറിവുള്ള ആരും ഇല്ല എന്ന് പറഞ്ഞു. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഗുണദോഷിച്ചു. അള്ളാഹുവിലേക്ക് ഇൽമ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കാത്തതിൻ്റെ പേരിൽ, അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ എന്ന രീതിയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ വ്യക്തിയോട് പ്രതികരിക്കാത്തതിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗുണദോഷിച്ചിട്ട് പറഞ്ഞു, മൂസ, നിങ്ങളെക്കാൾ അറിവുള്ള ഒരു വ്യക്തി ഉണ്ട്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എവിടെ? അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, മജ്മഉൽ ബഹ്റൈൻ, 2 സമുദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥാനം, അവിടെയാണ് അതുള്ളത്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ആയത്ത് ചോദിച്ചു, അതിനൊരു ദൃഷ്ടാന്തം, റഹ്മക്കല്ലാ, ഒരു ദൃഷ്ടാന്തം ചോദിച്ചു. അപ്പോൾ ദൃഷ്ടാന്തം ഒരു മത്സ്യത്തെ നിശ്ചയിച്ചു. ഒരു മത്സ്യത്തെയും കൊണ്ട് നിങ്ങൾ പോവുക, മത്സ്യം എവിടെ വെച്ച് നഷ്ടപ്പെടുന്നുവോ അവിടെയായിരിക്കും നിങ്ങളെക്കാൾ അറിവുള്ള ആ വ്യക്തി എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെയാണ് ഈ യാത്ര പോണത്. എന്തിന്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയേക്കാൾ കൂടുതൽ അറിവുള്ള ഒരു വ്യക്തി ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ വ്യക്തി എവിടെ? ആ വ്യക്തി ഉള്ളത് ഈ മജ്മഉൽ ബഹ്റൈനിലാണ്. ആ വ്യക്തിയെ അറിയാൻ അടയാളമായിട്ട് ആയത്തായിട്ട് കൊടുത്താണെന്ത്? മത്സ്യം. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പോക്ക്. അതാണിപ്പോൾ ഹദീസിലേറുള്ളത്. മനസ്സിലായില്ലേ? ഈ ഹദീസ് ഇമാം ബുഖാരി വേറൊരു എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നൗഫ് അൽ ബക്കാലി അല്ലെങ്കിൽ നൗഫ് അൽ ബിക്കാലി എന്ന് പറയുന്നൊരു വ്യക്തി, നൗഫ് അൽ ബിക്കാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
യഹൂദ പണ്ഡിതനായിരുന്ന കാബുൽ അഹ്ബാർ, അറിയപ്പെട്ട യഹൂദ പണ്ഡിതനായിരുന്നു. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിൽ വലിയ പണ്ഡിതനാണ് കാബുൽ അഹ്ബാർ. തഫ്സീറിലൊക്കെ അദ്ദേഹത്തിന് വലിയ പരിജ്ഞാനമാണുള്ളത്. ഈ കാബുൽ അഹ്ബാറിൻ്റെ പറക്കാത്ത മകൻ എന്നറിയില്ലേ? പറക്കാത്ത മകൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യയ്ക്ക് വേറൊരാളുണ്ടായ കുട്ടി, വേറെ ഭാര്യയ്ക്ക് ഇതിലുണ്ടായ വേറൊരു പിറക്കാ മകൻ, അവനാണ് നൗഫുൽ ബക്കാലി. ഈ നൗഫുൽ ബക്കാലി സഹാബികളുടെ ഇടയിൽ ഇങ്ങനെ നിഷേധിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്താ നിഷേധിച്ചതെന്ന് വെച്ചാൽ, സാഹിബുൽ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്ന മൂസ, അതൊരിക്കലും ഇസ്രായേലിയരിലെ മൂസയല്ല, മൂസ ഇബ്നു ഇമ്രാനല്ല, ഇസ്രായേലിയരിലെ മൂസയല്ല, അത് അവിടെ ഉണ്ടായിരുന്ന വേറൊരു പണ്ഡിതനാണ് എന്നാണ് നൗഫുൽ ബക്കാലി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത്. അപ്പോൾ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഇത് കേട്ട് സഈദ് ഇബ്നു ജുബൈർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് ചെന്നിട്ട് പറഞ്ഞു, നൗഫുൽ ബക്കാലി ഇങ്ങനെ പറയുന്നുണ്ട്, സാഹിബുൽ ഖദിർ അതൊരിക്കലും മൂസ ഇബ്നു ഇമ്രാനല്ല, പിന്നെ മൂസ ബനി ഇസ്രായേലിലെ മൂസയല്ല, അത് വേറൊരു പണ്ഡിതനായ മൂസയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇബ്നു അബ്ബാസ് ഇത് കേട്ട പറഞ്ഞു, കദബ അദുവുല്ലാഹ്, അള്ളാഹുവിൻ്റെ ശത്രു ആ പറഞ്ഞത് കളവാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ട് പിന്നെ മൂസ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉബൈ ഇബ്നു കഅബ് പറഞ്ഞതായി ഹദീസിനെ പിന്നെ വിശദീകരിക്കുന്നുണ്ട്. മനസ്സിലായി? ആ രണ്ട് റിപ്പോർട്ടുകളും ഈ വിഷയത്തിൽ വളരെ അടിസ്ഥാനങ്ങളാണ്. അതിൽ ചില വിഷയങ്ങൾ ഇതിൽ ഈ സംഭവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതായ ഈ കോർവയിൽ ഇവിടെ പറഞ്ഞിട്ടില്ലാത്ത ചില ഭാഗങ്ങൾ എന്തുണ്ട് ഹദീസിൽ വരുന്നുണ്ട്. അതിലും എന്തുണ്ട് ഈ സംഭവമുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചപ്പോൾ ആൾ ചോദിച്ച് നിങ്ങളെക്കാൾ അറിവുള്ള വല്ലവരും ഇസ്രായേലിയരിലുണ്ടോ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ് ഞാനാണ് ഏറ്റവും അറിവുള്ളവൻ എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഗുണദോഷിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൂസ നിങ്ങളെക്കാൾ അറിവുള്ള ഒരാളുണ്ട്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയെന്ന് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത് അറിവ് തേടാൻ വേണ്ടിയിട്ട് പോകാൻ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മജ്മഉൽ ബഹ്റൈനിൽ പോകാൻ പറഞ്ഞു. അവിടെ വെച്ചിട്ട് നിങ്ങൾ മജ്മഉൽ ബഹ്റൈനിലെത്തിയാൽ ഫഹുവ സം, അവിടെയാണ് ആ വ്യക്തി ഉള്ളത് എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ യാത്ര തൻ്റെ ഫതയായ യൂഷ ഇബ്നു നൂൻ എന്ന വ്യക്തിയോടൊപ്പം നടത്തുന്നത്. അപ്പോൾ വൈദ് ഖാല മൂസ ലി ഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ ഔ അംദിയ ഹുഖബ ഫലമ്മാ ബലഗ മജ്മഅ ബൈനഹിമാ നസിയ ഹൂതഹുമാ ഫത്തഖദ സബീലഹു ഫിൽ ബഹ്രി സറബ ഫലമ്മാ ബലഗ ആതിഫത്ത് തഖീബിൻ്റെ തർത്തീബിൻ്റെ ഒക്കെ ആതിഫത്തിൻ്റെ ലമ്മാ ബലഗ അവർ രണ്ടുപേരും എത്തിയപ്പോൾ, അവർ രണ്ടുപേരും എത്തിയപ്പോൾ, ബലഗ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ മൂസയും യൂഷയും അവർ രണ്ടുപേരും എത്തിയപ്പോൾ, മജ്മഅ ബൈനിഹിമ, എന്താ മജ്മഅ ബൈനിഹിമ? അവർ രണ്ടിനിടയിലുള്ള സംഗമസ്ഥാനം, അവർ രണ്ടിനിടയിൽ നടത്തണമെങ്കിൽ ഈ രണ്ട് സമുദ്രങ്ങൾക്കിടയിൽ, ബൈനൽ ബഹ്റൈൻ നടത്തും, മജ്മഅ ബൈനൽ ബഹ്റൈൻ, രണ്ട് സമുദ്രങ്ങൾക്കിടയിലുള്ള ആ സംഗമസ്ഥാനം അവിടെ എത്തിയപ്പോൾ നസിയ അവർ രണ്ടുപേരും മറന്നു ഹൂതഹുമ അവരുടെ ഹൂത്ത് എന്ന് പറഞ്ഞാൽ മത്സ്യം, മത്സ്യം. ചിലയിടത്ത് ഹൂത്ത് എന്നുള്ളതിന് പകരം നൂൻ എന്നാണുള്ളത്. നൂൻ എന്ന് പറഞ്ഞാൽ എന്താ? മത്സ്യമാണ്. ദിന്നൂൻ, മത്സ്യത്തിൻ്റെ ആളെന്ന് യൂനുസ് നബിനെ കുറിച്ച് പറഞ്ഞില്ലേ, അവിടെ നൂൻ എന്നാണ് മത്സ്യത്തിന് പറഞ്ഞത്. ഹൂത്ത് നൂൻ എന്നൊക്കെ പറഞ്ഞാൽ മത്സ്യം എന്നർത്ഥം. നസിയ അവർ രണ്ടുപേരും മറന്നു ഹൂതഹുമ അവരുടെ മത്സ്യത്തെ. ഫത്തഖദ സബീലഹു ഫിൽ ബഹ്രി സറബ, ആതിഫത്തിൻ്റെ അപ്പോൾ അതിൽ എന്നൊക്കെ അർത്ഥം വരും. ഇത്തഖദ ഇത്തഖദൽ ഹൂത്ത് എന്നർത്ഥം, മത്സ്യം സ്വീകരിച്ചു, സബീലഹു അതിൻ്റെ വഴി മാർഗം, ഫിൽ ബഹരി സമുദ്രത്തിൽ, സറബൻ സറബ് എന്ന് പറഞ്ഞാൽ സറബ് എന്ന് പറഞ്ഞാൽ തുരങ്കമായി എന്നോ, ഒരു തുരങ്കമെന്നോണം, ഒരു ഹോളെന്നോണം, അതാണ് സറബ്. തയ്യബ്. അപ്പോൾ ഫലമ്മ ബലഗ മജ്മഅ ബൈനിഹിമ രണ്ട് സമുദ്രങ്ങൾക്കിടയിലുള്ള മജ്മഅ സംഗമസ്ഥാനം
അവിടെ അവർ രണ്ടുപേരും എത്തിയപ്പോൾ, മൂസയും യൂഷവും എത്തിയപ്പോൾ, നസിയ അവർ രണ്ടുപേരും മറന്നു ഹൂത്തഹും അവരുടെ മത്സ്യത്തെ. ഇവിടെ അവരുടെ മത്സ്യം എന്ന് പറഞ്ഞാൽ ഏത് മത്സ്യ? അത് ഹദീസിലാണുള്ളത്. എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, എന്നേക്കാൾ അറിവുള്ള ആ വ്യക്തി അദ്ദേഹത്തെ അറിയാനുള്ള ദൃഷ്ടാന്തം എന്താണ്? അപ്പം പറയാണ് അത് മത്സ്യമാണ്. മത്സ്യം ജീവനുള്ള മത്സ്യമല്ല, പിന്നെയോ പിന്നെ തിന്നാൻ പാകത്തിന് പാകപ്പെടുത്തിയ മത്സ്യമാണ്. തിന്നാൻ പാകത്തിന് തയ്യാർ ചെയ്ത മത്സ്യമാണ്. നല്ല മസാലയൊക്കെ പരട്ടി ഉണക്കിയ മാതിരിയുള്ള ചുട്ട മാതിരിയുള്ള മത്സ്യമാണ്. മനസ്സിലല്ലേ? അത് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തിന്നാനാണ് അവർ കൂടെ കൊണ്ടുപോകുന്നത്. ആ മത്സ്യമാണ് അടയാളം എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ അവിടെ ഈ രണ്ടുപേരും ഈ സമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്തെത്തിയപ്പോൾ അവരുടെ എന്ത് ചെയ്തു? മത്സ്യത്തെ അവർ രണ്ടുപേരും മറന്നു. മത്സ്യമാകട്ടെ ഇത്തഖദ സബീലഹു ഫിൽ, സമുദ്രത്തിലേക്ക് ചാടി. മജ്മഉൽ ബഹ്റൈൻ വെച്ചിട്ട് അത് സമുദ്രത്തിലേക്ക് ചാടി. അത് അതിൻ്റെ വഴി സ്വീകരിച്ചു സമുദ്രത്തിൽ. എങ്ങനെ? സറബൻ. സറബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പിന്നെ ഹോളെന്നോണം വെള്ളത്തിൽ, പിന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്ന് വെള്ളം ഉറച്ച് ഐസ് എന്ന പോലെ ഈ മത്സ്യം എന്ത് ചെയ്തു? അതൊരു ദൃഷ്ടാന്തമാണ്, ഒരു മുഅ്ജിസത്ത് എന്ന നിലക്കാണ്. ഈ മത്സ്യം എന്ത് ചെയ്തു? അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനിട്ടു. ആ മത്സ്യം ഈ വെള്ളത്തിൽ എന്ത് ചെയ്തു? വെള്ളത്തിൽ നീന്തിയല്ല പോണത്, പിന്നെയോ വെള്ളം ഒഴുക്ക് നിലച്ച ഐസ് പോലെയായി. പിന്നെ വെള്ളത്തിലൊരു ഹോൾ എന്ന പോലെ, അതാണ് സറബ്. അത് പോയ വഴി ഒരു തരംഗം എന്നോണം, ഒരു ഹോൾ എന്നോണം ആയി മാറി. അതാണ് ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബ. അതൊരു ദൃഷ്ടാന്തമാണ്. കാരണം നബിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ദൃഷ്ടാന്തമാണ്, അതിൽപ്പെട്ടതാണിത്. ഫലമ്മ ജാവസ ഖാല ലിഫതാഹു ആതിനാ ഗദാഅന ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബ. ഉണ്ടോ? ഫലമ്മ ജാവസ, അവർ രണ്ടുപേരും എന്താ പിന്നെ വിട്ടുകിടന്നു. ഈ മജ്മഉൽ ബഹ്റൈനല്ല, സമുദ്രത്തിൻ്റെ സംഗമസ്ഥാനം, അത് വിട്ടുകിടന്നപ്പോൾ ഈ ഫാനെ കുറിച്ച് പറയുന്നത് ഇസ്തിനാഫിൻ്റെ ഫ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അല്ലെങ്കിൽ ഇനി ആതിഫിൻ്റെ ഫ എന്ന് പറഞ്ഞാലും ഇതിന് ഇതില്ല. ഫലമ്മ ജാവസ, അവർ രണ്ടുപേരും വിട്ടുകിടന്നപ്പോൾ, ഖാല ലി ഫതാഹു, ഖാല എന്ന് പറഞ്ഞാൽ ഖാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലി ഫതാഹു, തൻ്റെ ഫതയോട് പറഞ്ഞു, തൻ്റെ കൂടെയുള്ള യുവാവായ യൂഷവിനോട് പറഞ്ഞു, ആതിന എന്ന് പറഞ്ഞാൽ നമുക്ക് തരൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ തരൂ. ആതിന നമുക്ക് തരൂ, ഗദാഅന നമ്മുടെ ഗദ എന്ന് പറഞ്ഞാൽ ഭക്ഷണം. ഭക്ഷണം ഏത് ഭക്ഷണമായിരിക്കും അത്? ഗദ ഉച്ചഭക്ഷണം. ശരിക്കും ഗദ പിന്നെ ഗുദുവിലേക്ക് ചേർത്തല്ലേ? ഗുദുവ് പറഞ്ഞാൽ എന്താ? ഗുദുവ് അഷിയ എന്ന് പറയില്ലേ? അപ്പോൾ ഗുദുവ് എന്താ? ഗുദുവ് പ്രഭാതമാണ് അല്ലേ? ഗുദുവിലേക്ക് ചേർത്താണ് ഗദ. അപ്പോൾ എന്തായിരിക്കണം ഭക്ഷണം? പ്രഭാത ഭക്ഷണം. പക്ഷേ ഗദക്ക് ഇപ്പം നമ്മൾ പറയൽ ഉച്ചഭക്ഷണത്തിനാണ് ഗദ എന്ന് പറയുന്നത്. പണ്ട് ഗദ നേരത്തെ കഴിക്കും. എന്നിട്ടാണ് ഉച്ച ഉറക്കം. അശ നേരത്തെ കഴിക്കും. എന്നിട്ടാണ് എന്ത് വേഗം കിടന്നുറങ്ങൽ. എന്നൊക്കെ ലേറ്റാണ്. പണ്ടിങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ മുറുക്കാനുള്ള പരിപാടി ഇല്ലേനും. രാവിലെ ഒന്ന് കഴിക്കും, പിന്നെ വൈകുന്നേരം ഒന്ന് കഴിക്കും. അതിൻ്റെ ടൈം നേരത്തെയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഉച്ച ഉറങ്ങും. ഫലമ്മ ജാവസ ഖാല ലി ഫതാഹു ആതിന ഗദാന, നമ്മുടെ ഗദ ഭക്ഷണം നമുക്ക് തരുക. ലഖദ് ലഖീന മിൻ സഫരിന ഹാദാ നസബ. ലഖദ് എന്ന് പറഞ്ഞാൽ വല്ലാഹി ലഖദ് എന്നർത്ഥം. ലാമു തൗതിയ ലിൽ ഖസം. ഇതിന് മുമ്പ് ഒരു ഖസം ഉണ്ട് എന്നർത്ഥം. അള്ളാഹുവാണ് ലഖദ് തീർച്ചയായും. ലഖീന എന്ന് പറഞ്ഞാൽ നാം അഭിമുഖീകരിച്ചു. ലഖീന നാം അഭിമുഖീകരിച്ചു. മിൻ സഫരിന നമ്മുടെ ഈ യാത്രയിൽ നിന്ന്, ഹാദ എന്ന് പറഞ്ഞാൽ ഈ യാത്ര. മിൻ സഫരിന ഹാദ നമ്മുടെ ഈ യാത്രയിൽ നിന്ന് നാം അഭിമുഖീകരിച്ചിരിക്കുന്നു. നസബൻ നസബ് എന്ന് പറഞ്ഞാൽ താബ് ക്ഷീണം. നസബൻ എന്ന് പറഞ്ഞാൽ ക്ഷീണം. അപ്പോൾ ആതിന ഗദാഅന ലഖദ് ലഖീന തീർച്ചയായും നാം
അഭിമുഖീകരിച്ചിരിക്കുന്നു മിൻ സഫരിന ഹാദ നമ്മുടെ ഈ യാത്രയിൽ നിന്ന് നസബൻ നസബ് എന്ന് പറഞ്ഞാൽ താബ് ക്ഷീണം അഭിമുഖീകരിച്ചിരിക്കുന്നു. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല ഖദീജ റളിയല്ലാഹു തആല അൻഹക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടൊരു വീടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന ഖദീജക്ക് സ്വർഗ്ഗത്തിലൊരു വീട് ഉണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. ലാ സഖബ ഫീഹ വല നസബ് അത് ശബ്ദകോലാഹലല്ല, പിന്നെ ലാ നസബ് അതിൽ ക്ഷീണമല്ല, യാതൊരു ക്ഷീണമേൽക്കാത്ത, അതേപോലെ ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ലാത്ത, പിന്നെ ഒരു മുത്തിനാലുള്ള ഒരു വീട്, അതുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാമെന്ന് പറഞ്ഞു. ലാ അതാണ് ഇവിടെ നസബ് എന്ന് പറഞ്ഞാൽ ക്ഷീണം. അപ്പോൾ പിന്നെ യാത്ര തുടർന്നപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? ഭക്ഷണം ചോദിച്ചു. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭക്ഷണം ആവശ്യമുള്ളവരാണ്. മനുഷ്യ സഹജമായിട്ടുള്ളതായ ക്ഷീണം, വിശപ്പ് ഇതൊക്കെ ആര് കേൾക്കും? നബിമാർക്ക് കേൾക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്. ഖാല അറഅയ്ത ഇദ് അവൈന ഇല സഖറ ഖാല അപ്പോൾ യുവാവ് പറഞ്ഞു, യൂഷ ഇബ്നു നൂൻ പറഞ്ഞു, അറഅയ്ത അതായത് എന്താ? നിങ്ങൾ കണ്ടില്ലേ? ചോദ്യമാണ്. നിങ്ങൾ കണ്ടില്ലേ? ഇത് അവൈന ഇല സഖറ ഇത് അവൈന നമ്മൾ അവൈന എന്ന് പറഞ്ഞാൽ അഭയം പ്രാപിച്ചപ്പോൾ, ഇത് അവൈന നമ്മൾ അഭയം പ്രാപിച്ച അവസരത്തിൽ എവിടേക്ക്? ഇല സഖ്റ സഖ്റത്ത് എന്ന പാറ, സഖ്റത്ത് എന്ന് പറഞ്ഞാൽ പാറ. ഇത് അവൈന ഇല സഖ്റ പാറയിലേക്ക് നമ്മൾ അഭയം പ്രാപിച്ച സന്ദർഭത്തിൽ ഫഇന്നി നസീതുൽ ഹൂത്ത് ഫഇന്നി നസീതുൽ ഹൂത്ത് ഫ ജവാബിൻ്റെ ഇത് അവൈന ഇല സഖ്റത്തി ഫഇന്നി തീർച്ചയായും ഞാൻ, ആതിഫത്തിൻ്റെ ജവാബിൻ്റെ ഫ തീർച്ചയായും ഞാൻ, നസീതു ഞാൻ മറന്നു, അൽ ഹൂത്ത് മത്സ്യത്തെ. ഇത് അവൈന ഇല സഖ്റത്തി ഫഇന്നി നസീതുൽ ഹൂത്ത് ഞാൻ മത്സ്യത്തെ മറന്നിരിക്കുന്നു. അത് നിങ്ങൾ കണ്ടില്ലേ എന്നുള്ളതാണ് ചോദ്യം. അറഅയ്ത ഇത് അവൈന ഇല സഖ്റത്തി ഫഇന്നി നസീതുൽ ഹൂത്ത് വമ അൻസാനിഹു ഇല്ല ഷൈത്താനു അൻ അദ്കുറഹ്. വമ അൻസാനിഹു ഈ വാവുൽ ഇഅ്തിറാദ് എന്നതിന് വ്യാകരണത്തിൽ പറയാം. കാരണം ഈ ജുംല മുഅ്തരിദാണ്. ഇതിന് വാവുൽ ഇഅ്തിറാദ് എന്നതിന് പറയാം. മാ അൻസാനിഹു യൂഷ പറയാണ്, ഈ ഫത്ത യൂഷ പറയാണ് മാ അൻസാനിഹു എന്താ? അൻസ എന്ന് പറഞ്ഞാൽ മറപ്പിച്ചു, മാ അൻസ എന്ന് പറഞ്ഞാൽ മറപ്പിച്ചിട്ടില്ല, നീ എന്നെ, ഹു എന്ന് പറഞ്ഞാൽ അതിനെ തൊട്ടാണ് മത്സ്യത്തെ തൊട്ട് എന്നെ മറപ്പിച്ചിട്ടില്ല. അവിടെ വമാ അൻസാനി എന്നുള്ളിടത്ത് വാവുണ്ട്, പിന്നെ അൻസ അത് ക്രിയ, പിന്നെ നൂന്, പിന്നെ യാ, പിന്നെ ഹ. കണ്ട ഈ യാ ഉൽ മുത്തക്കല്ലിമാണ്, മുത്തക്കല്ലിമിൻ്റെ യാ. ഈ നൂനുൽ വിഖായ, അൽ വിഖായ എന്നതിന് പറയാം. പിന്നെ ഹ ഇത് ദമീറാണ്, ദമീർ മത്സ്യത്തിലേക്കാണ് ഈ ദമീർ മടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ്ടോ മാ അൻസ നീ എന്നെ മറപ്പിച്ചിട്ടില്ല, ഹു മത്സ്യത്തെ തൊട്ട്, ആരല്ലാതെ? ഇല്ല ഷെയ്ത്താൻ അല്ലാതെ. അപ്പോൾ ഷെയ്ത്താൻ എന്നെ മത്സ്യത്തെ തൊട്ട് മറപ്പിച്ച് കളഞ്ഞു എന്നർത്ഥം. വമ അൻസാനിഹു ഇല്ല ഷെയ്ത്താനു അൻ അദ്കുറഹു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അതിനെ ഓർക്കുവാൻ, മത്സ്യത്തെ ഓർക്കുവാൻ. അപ്പം ഞാൻ മത്സ്യത്തെ ഓർക്കുവാൻ എന്ന് പറഞ്ഞാൽ ഓർക്കുന്നതിനെ തൊട്ട് ഷെയ്ത്താനല്ലാതെ എന്നെ മറപ്പിച്ചിട്ടില്ല. അത് ഉണ്ടല്ലോ ഇവിടെ, അതിനാണ് ജുംലാൽ മുഅ്തരിദ എന്ന് പറയുക. അതെങ്ങനെ മനസ്സിലാക്കുക? ഈ ശേഷമുള്ളതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കാൻ മതി. ഫത്തഖദ സബീലഹു ഫിൽ ബഅരി അജബ. ഫത്തഖദ സബീലഹു, ഇത്തഖദ എന്നാൽ അത് സ്വീകരിച്ചു, മത്സ്യം സ്വീകരിച്ചു, സബീലഹു തൻ്റെ മാർഗം, ഫിൽ ബഹരി സമുദ്രത്തിൽ, അജബ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായി.
ഫ ആതിഫിൻ്റെ ആതിഫത്ത്. അപ്പോൾ ഇവിടെ ഫഇന്നി നസീതുൽ ഹൂത്ത്, ഞാൻ മത്സ്യത്തെ മറന്നു. ഫത്തഖദ സബീലഹു ഫിൽ ബഹ്രി അജബ, മത്സ്യം സമുദ്രത്തിൽ അതിൻ്റെ വഴി അത്ഭുതകരമായി സ്വീകരിക്കുകയും ചെയ്തു. അതിനിടയിൽ ഒരു ജുംല വന്ന് നോക്കിയാൽ ഈ ജുംലക്ക് ശേഷമുള്ള ഇതിനോടുണ്ടല്ലോ, ഇത് അത്ഫാണ് ഇതിലേക്ക്, അതിനിടയിൽ ഉണ്ടല്ലോ ഒരു വേറിട്ട ആശയാണ് ആര് ഇത് പറയുന്നത്. അതുകൊണ്ട് അതിന് ജുംല മുഅ്തരിദ എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ ഇബ്നു നൂനിനോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തെ ചോദിച്ചപ്പോൾ, ഭക്ഷണം ചോദിച്ചപ്പോൾ, ഭക്ഷണം എന്താണ്? ഭക്ഷണം മത്സ്യമാണ്. ആ മത്സ്യത്തെ പാകം ചെയ്ത് തിന്നാൻ കൊട്ടയിൽ കൊണ്ടുവരിക, ഒരു കൊട്ടയിൽ കൊണ്ടുവരികയാണ്. ആ ഭക്ഷണമാണ് ചോദിച്ചത്, മത്സ്യമാണ് ചോദിച്ചത്. പക്ഷേ മത്സ്യം എന്ത് ചെയ്തിട്ടുണ്ട്? അത് സമുദ്രത്തിൽ ചാടിയിട്ട് ആ സമുദ്രജലം ഉറച്ച്, പക്ഷേ ഇതൊരു തുരങ്കം ഉണ്ടാക്കിയിട്ട് മത്സ്യം എന്ത് ചെയ്ത് അത് പോയി. അപ്പം പിന്നെ പറയാണ് കാല അറഅയ്ത്, താങ്കൾ കണ്ടില്ലേ, ഇത് അവൈന ഇല സഖ്റ, നമ്മൾ ആ പാറയിലേക്ക് അഭയം പ്രാപിച്ചപ്പോൾ, ഫഇന്നി നസീതുൽ ഹൂത്ത്, ഞാൻ മത്സ്യത്തെ മറന്നിരിക്കുന്നു. ഫത്തഖദ സബീലഹു ഫിൽ ബഹരി അജബ, മത്സ്യമാകട്ടെ സമുദ്രത്തിൽ അതിൻ്റെ വഴി അത്ഭുതകരമായ വിധം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അത്ഭുതകരമായ വിധം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മത്സ്യം പോകുന്നിടത്ത് വെള്ളം ഒഴുക്ക് നിന്ന്, വെള്ളം ഉറച്ച് ഐസ് പോലെ, സമുദ്രത്തിൽ എന്ത് ചെയ്ത് ഐസ് ഉറച്ച് ആ ഭാഗം ഈ മത്സ്യം പോയോടെ ഒരു ഹോള മാതിരിയായി. അതാണ് അജബ എന്ന് പറഞ്ഞത്. എന്നിട്ട് മറന്ന വിഷയം പറഞ്ഞപ്പോൾ പറയാണ് വമ അൻസാനി ഹു ഇല്ല ഷെയ്ത്താൻ അദ്കുറ, മത്സ്യത്തെ ഓർക്കുന്നതിനെ തൊട്ട് എന്നെ അതിനെ മറപ്പിച്ചത് ആരാണ്? ഷെയ്ത്താൻ മാത്രമാണ്. ഷെയ്ത്താൻ അല്ലാതെ എന്നെ മറപ്പിച്ചിട്ടില്ല എന്നാര് പറഞ്ഞു? യൂഷ ഇബ്നു നൂൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞു. ഖാൽ, അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ദാലിക മാ കുന്ന നബ്ഗ്, ദാലിക് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് എന്നാൽ ആ മത്സ്യം നഷ്ടപ്പെട്ടത്, അതാണ് മാ കുന്ന നബ്ഗ്, നാം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നാം പിന്നെ ഇവിടെ നബ്ഗി എന്നുള്ളത് അങ്ങനെയാണ്. നബ്ഗി ബഗ യബ്ഗി എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു, നബ്ഗി നാം ആഗ്രഹിക്കുന്നു. കുന്ന നബ്ഗി ആഗ്രഹിച്ചിരുന്നത്, ആഗ്രഹിച്ചിരുന്നു. കുന്ന എന്ന് പറഞ്ഞാൽ നാം, കുന്ന നഹ്നു നബ്ഗി നാം ആഗ്രഹിച്ചു. മാ എന്നുള്ളത് മൗസൂല, ആഗ്രഹിച്ചിരുന്ന യാതൊന്നെന്നർത്ഥം. അപ്പോൾ ദാലിക മാ കുന്ന നബ്ഗ്, ഇവിടെ ഈ യാ കളഞ്ഞതാണ്, യാ കളഞ്ഞു പോയതാണ്. അതിന് വ്യാകരണത്തിന് കുറേ തഫ്സീലാത്തുകൾ കാണാൻ സാധിക്കും ഈ യാ കളഞ്ഞു പോയത്. ഏതായാലും നബ്ഗി എന്നുള്ളതാണ് ക്രിയ, യാ അവിടെ കളയപ്പെട്ടതാണ്. കാല യൂഷ ബിൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ദാലിക്, ആ മത്സ്യം നഷ്ടപ്പെട്ടത് അതാണ് മാ കുന്ന നബ്ഗി, മാ കുന്ന നബ്ഗ് നാം ആഗ്രഹിച്ചിരുന്നത്. കുന്ന നബ്ഗി എന്ന് പറഞ്ഞാൽ നാം ആഗ്രഹിച്ചിരുന്നു, മാ കുന്ന നബ്ഗി എന്ന് പറഞ്ഞാൽ നാം ആഗ്രഹിച്ചിരുന്നതായ ഒന്ന്, നാം ആഗ്രഹിച്ചിരുന്നത്. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? മത്സ്യം എവിടുന്നാണോ പോണത് അവിടെയാണ് ആരുള്ളത്? ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയേക്കാൾ അറിവുള്ള ആ വ്യക്തി ഉള്ളത് എന്നാണ്, ആ വ്യക്തി ഉള്ളത് എന്നാണ്. ആ വ്യക്തി ആര് എന്നുള്ളത് ഹദീസാണ് പറയുന്നത്. അതാണ് ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം. ഫർതദ്ദ അലാ ആസാരിഹിമ ഖസസ, ഫർതദ്ദ ഫ അത് ആതിഫത്തിന്, അതിൽ പിന്നെ ഇർതദ്ദ അലാ ആസാരിഹിമ ഖസസ, ഇർതദ്ദ എന്ന് പറഞ്ഞാൽ മടങ്ങി, അവർ രണ്ടുപേരും മടങ്ങി. അല ആസാരിഹിമ ഖസസ, അല ആസാരിഹിമ അവർ രണ്ടുപേരുടെയും ആസാറുകളിലായി, ഖസസൻ ആസാറുകളെ തുടർന്നുകൊണ്ട്. ഖസസ് എന്ന് പറഞ്ഞാൽ തതബ്ബഉൽ അസർ എന്നാണ്. ഖസസ് ഖിസ്സ എന്ന് പറഞ്ഞാൽ നമ്മൾ കഥ അറിയില്ലേ, കഥ എന്നുള്ളത് എന്താണ്? തതബ്ബഉൽ അസറാണ്. തതബ്ബഉൽ അസർ, അതിനാണ് എന്താണ് ഖിസ്സ എന്നറിയാം. കഥ പറയുമ്പോൾ എങ്ങനെ പറയാം? പണ്ട് ഒരു അല്ലേ എന്നിട്ട് പണ്ട് കാലങ്ങളിൽ സംഭവിച്ചൊന്നിനെ എന്ത് ചെയ്യണം? അനുസ്മരിക്കുക, അതാണല്ലോ കഥ. അല്ലാഹു സുബ്ഹാനഹു നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, നാം നിങ്ങൾക്ക് ഏറ്റവും നല്ല കഥ പറഞ്ഞു തരാം. എന്നിട്ട് ഏത് കഥയെ പറഞ്ഞ്?
സൂറത്ത് യൂസുഫ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയാണ്. ഫർത്തദ്ദ അല ആസാരിഹിമ ഖസസ. ഫർത്തദ്ദ അങ്ങനെ അവർ രണ്ടുപേരും മടങ്ങി അല ആസാരിഹിമ അവരുടെ രണ്ടുപേരുടെയും അസറുകളിലായി. അസറുകൾ എന്ന് പറഞ്ഞാൽ എന്താ? കാൽപ്പാടുകളിലായി. ഖസസൻ എന്താ? ഖസസ് എന്ന് പറഞ്ഞാൽ കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട്, അവയെ പിന്തുടർന്നുകൊണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് അവർ രണ്ടുപേരും മടങ്ങി. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത്, അപ്പോൾ ഇവർ നടന്നിരുന്നത് മരുഭൂമിയിലൂടെയാണ്. കാരണം മരുഭൂമിയിലൂടെ നടന്നാലേ എന്തുണ്ടാവുള്ളൂ? കാലടി ശേഷിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ ഈ മജ്മഉൽ ബഹ്റൈൻ പിന്നെ ബഹ്റുൽ ഖൽസും എന്ന് പറഞ്ഞെങ്കിൽ ബഹ്റുൽ അഹ്മർ, റെഡ് സി അതിൻ്റെയും അതേപോലെ തന്നെ ബഹ്റുൽ അബിയദുൽ മുതവസിത്ത് മധ്യധരണ്യായി അതിൻ്റെയും ഇടയിലുള്ള അവിടെയാണുള്ള സൈന ഉള്ളത്. ആ ഭാഗങ്ങളിലൊരിടത്താകാനാണ് സാധ്യത കൂടുതൽ. കാരണം അന്ന് സമുദ്രങ്ങൾക്കിടയിൽ മണൽ അറിയപ്പെട്ട സ്ഥലം അവിടെയാണ് എന്നുള്ളതാണ് പിന്നെ ആളുകളും പറയുന്നത്, പലരും പറയുന്നത്. അല്ലാഹു ആലം. ഫർത്തദ്ദ അല ആസാരിഹിമ ഖസസ. അവർ രണ്ടുപേരും അവരുടെ കാലടിപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് മടങ്ങി. അങ്ങനെ ഫവജദ അബ്ദൻ മിൻ ഇബാദിന ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിന. ഫവജദ അത്ഫിൻ്റെത്. വജദ അവർ രണ്ടുപേരും കണ്ടു. ഫവജദ അങ്ങനെ അവർ രണ്ടുപേരും കാണുകയും ചെയ്തു. അബ്ദൻ മിൻ ഇബാദിന നമ്മുടെ ദാസന്മാരിൽ നിന്നുള്ള ഒരു ദാസന്. അബ്ദൻ എന്ന് പറഞ്ഞാൽ ദാസന്. ഫവജദ മൂസയും യൂഷ ഇബ്നു നൂനും അവർ രണ്ടുപേരും കണ്ടു അബ്ദൻ ഒരു ദാസന്. മിൻ ഇബാദിന നമ്മുടെ ദാസന്മാരിൽ നിന്നുള്ള ഒരു ദാസനെ കണ്ടു. ആതൈനാഹു നാം അദ്ദേഹത്തിന് നൽകി റഹ്മത്തൻ മിൻ ഇൻദിന നമ്മുടെ അടുക്കൽ നിന്നുള്ള കാരുണ്യം. റഹ്മത്തൻ എന്ന് പറഞ്ഞാൽ കാരുണ്യം. മിൻ ഇൻദിന നമ്മുടെ അടുക്കൽ നിന്നുള്ള കാരുണ്യം അദ്ദേഹത്തിന് നൽകി. അല്ലംനാഹു അല്ലംന എന്ന് പറഞ്ഞാൽ നാം പഠിപ്പിച്ചു. അല്ലംന നാം പഠിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വാവാത്തഫിൻ്റെത് അദ്ദേഹത്തെ നാം പഠിപ്പിക്കുകയും ചെയ്തു. മില്ലതുന്ന എന്ന് പറഞ്ഞാൽ മിൻ ഇൻദിന. മില്ലതുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കൽ നിന്ന്. മിൻ ഇൻദിന എന്നുള്ള അർത്ഥം. ഈ മിൻ ഇൻദിന എന്നുള്ളത് മില്ലതുന്ന എന്നുള്ളത് ഏറെക്കുറെ ഒരേ അർത്ഥത്തിൽ തന്നെ. മില്ലതുന്ന എന്ന് പറഞ്ഞാൽ മിൻ ഇൻദിന നമ്മുടെ അടുക്കൽ നിന്ന് ഇൽമൻ അറിവ്. അല്ലംനാഹു അദ്ദേഹത്തെ നാം പഠിപ്പിച്ചു മില്ലതുന്ന നമ്മുടെ അടുക്കൽ നിന്ന്. എന്ത് പഠിപ്പിച്ചു? ഇൽമിനെ പഠിപ്പിച്ചു. അവിടെ അല്ലംനാഹു ഇൽമൻ എന്നാണ്. അപ്പോൾ പഠിപ്പിച്ച ഇൽമിന് ഒരു പ്രത്യേകത ഉണ്ട്, പഠിപ്പിച്ച രീതിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് മഫ്ഊൽ മുത്ലഖ് അല്ലംനാഹു ഇൽമ എന്ന് പറഞ്ഞത്. ഇവിടെ അല്ലംനാഹു മില്ലതുന്ന നമ്മുടെ അടുക്കൽ നിന്ന് നാം അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു അല്ലേ. പിന്നെ എന്തിനാ ഇൽമിനെ കൊണ്ടുവന്നത്? പഠിപ്പിച്ച ഇൽമിനൊരു പ്രത്യേകത ഉണ്ട്, ആ പഠിപ്പിച്ച രീതിക്കൊരു പ്രത്യേകത ഉണ്ട്. സൂഫികളേറെ കെട്ടിമറിഞ്ഞ ഒരായത്താണത്. കാരണം സൂഫികൾക്ക് അൽ ഇൽമുൽ ലദുന്നി ആയിട്ടൊരു ഇൽമുണ്ട്. അൽ ഇൽമുൽ ലദുന്നി. അൽ ഇൽമുൽ ലദുന്നി. ഈ അൽ ഇൽമുൽ ലദുന്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരെടുത്ത് ഇവിടുന്നാണ്. വഅല്ലംനാഹു മിൻ ലദുന്ന ഇൽമ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അറിയാത്ത ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ മാത്രം അറിയുന്ന ഇൽമ്, ആ ഇൽമാണ് അൽ ഇൽമുൽ ലദുന്നി. അത് ഏതാണ്? അപ്പോൾ ഇവർ പറയും ഇൽമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഹിറായ ഇൽമുണ്ട്, ബാത്തിനായ ഇൽമുണ്ട്, പിന്നെ ജലിയായ ഇൽമുണ്ട്, ഖഫിയായ ഇൽമുണ്ട്, അതേപോലെ തന്നെ പിന്നെ ശരീഅത്തുണ്ട്, ഹഖീഖത്തുണ്ട്. ബാഹിറായ ഇൽമ്, ബാത്തിനായ ഇൽമ്. ബാഹിറായ ഇൽമാണ് ശരീഅത്ത്, ബാത്തിനായ ഇൽമ് അതാണ് ഹഖീഖത്ത്.
പിന്നെ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലുള്ളത് ആ ഇൽമാണ്, ബാത്തിനായ ഇൽമാണ്, ഖഫിയായ ഇൽമാണ്, പിന്നെ അത് ഹഖീഖത്താണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലുള്ളത് ശരീഅത്താണ്, ബാഹിറായ ഇൽമാണ്. പിന്നെ സൂഫികളെ സംബന്ധിച്ചിടത്തോളം ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചിട്ടില്ല, അദ്ദേഹം എപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ എന്ത് ചെയ്യും, പിന്നെ സൂഫി ഷെയ്ഖുമാരെ ഒരു മീറ്റ് ചെയ്യും, അവർ പിന്നെ അദ്ദേഹത്തെ സന്ധിക്കും, മസാലകളൊക്കെ ചോദിക്കും, ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിനൊക്കെ പ്രതികരിക്കും. തുടങ്ങി കുറേ അന്ധവിശ്വാസങ്ങളാണ് ആ വിഷയത്തിലുള്ള. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള വിഷയങ്ങളിൽ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളും വരും. ഇവിടെ ഫവജദ അബ്ദൻ മിൻ ഇബാദിന, നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ഒരു ദാസനെ കണ്ടു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദിന, നമ്മുടെ ദാസരിൽപ്പെട്ട ഒരു ദാസനെ കണ്ടു എന്നാണ്. ഈ ഇബാദിന അള്ളാഹുവിലേക്ക് ഈ ദാസനെ ഇദാഫത്ത് ചെയ്തു. അത് ഇദാഫത്ത് തശ്രീഫ്, ആ ദാസനെ ആദരിച്ചു കൊണ്ടുള്ള, അദ്ദേഹത്തിൻ്റെ സ്ഥാനം കൽപ്പിച്ചു കൊണ്ടുള്ളതായ ഇദാഫത്താണ്, ചേർക്കലാണ്. അപ്പോൾ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം ആദരണീയനാണ്. ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം ആദരണീയനാണ്. പിന്നെ ഇവിടെ പിന്നെ ഫവജദ, അവർ രണ്ടുപേരും കണ്ടു അബ്ദൻ മിൻ ഇബാദിന എന്നാണ് ഹദീസിൽ. സഹീൽ ബുഖാരിയിലുള്ള മുസ്ലിമിലൊക്കെ ഉള്ള ഹദീസിൽ സഹിയായി വന്നു ആ ദാസൻ ആരായിരുന്നു? അത് ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയായിരുന്നു. ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയായിരുന്നു. ഖിദർ എന്ന് ഈ ദാസന് ഖിദർ എന്ന് പേരിടാൻ കാരണം, ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം ഇരിക്കുന്നിടം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും യൂഷവും ചെന്നപ്പോൾ അദ്ദേഹം വെളുത്ത പുല്ല് നിറഞ്ഞൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്. പക്ഷേ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം ഇരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ പുല്ല് അത് പച്ച വർണ്ണത്തിലായിട്ട് തിളങ്ങുന്നതായിട്ട് കണ്ടു എന്നാണ്. മനസ്സിലായില്ലേ? ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പുതപ്പ് ഇങ്ങനെ മൂടിയിട്ട് മലർന്ന് കിടക്കുകയായിരുന്നു. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെന്നിട്ട് എന്ത് ചെയ്യാണ്? സലാം പറയാണ്. ആർക്ക്? ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ഖദിർ അല്ലെങ്കിൽ ഖിദർ എന്ന് പറഞ്ഞാൽ പച്ച എന്നുള്ള അർത്ഥമാണ്, പച്ച എന്നുള്ള അർത്ഥമാണ്. പിന്നെ അത് കാരണത്താലാണ് ഈ പേര് വന്നതെന്നാണ്. അദ്ദേഹം ഇരുന്ന ഇടം ഉണ്ടല്ലോ, ആ പരിസരം പച്ചയായി മാറി. പറയുമ്പോൾ ആ ഭൂമിക എന്താ അതിൻ്റെ പ്രത്യേകത? ആകെ ഉണങ്ങിയ പിന്നെ പ്രതലാണ്. അതേപോലത്തെ അവിടുത്തെ പുല്ലുകളൊക്കെ ഉണങ്ങിയ അവസ്ഥയിലുമാണ്. ഏതായാലും അദ്ദേഹത്തിന് പിന്നെ പേര് ഖിദർ എന്നുള്ളതാണ്, ഈ അബ്ദൻ മിൻ ഇബാദിന ദാസൻ്റെ പേര്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിന, ആതൈനാഹു അദ്ദേഹത്തിന് നാം നൽകിയിരിക്കുന്നു റഹ്മതൻ മിൻ ഇൻദിന, നമ്മുടെ പക്കൽ നിന്നുള്ളതായ റഹ്മത്തിനെ, കാരുണ്യത്തെ. ഇവിടെ ഈ റഹ്മതൻ മിൻ ഇൻദിന എന്നുള്ളത് കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, അതുകൊണ്ട് ഉദ്ദേശം നുബുവത്താണ്. അള്ളാഹു ദാസന്മാർക്ക് റഹ്മത്ത് നൽകി എന്നുള്ളത് കൊണ്ട് ഇവിടെ ഇങ്ങനത്തെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം നുബുവത്താണ്. അപ്പം അങ്ങനെയാണ് എങ്കിൽ ഖദിർ ആരാണ്? അല്ലെങ്കിൽ ഖിദർ അദ്ദേഹം നബിയാണ്, പ്രവാചകനാണ്. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ, നമ്മുടെ അടുക്കൽ നിന്നുള്ള അറിവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയെന്നാണ്. ആ അറിവിൻ്റെ പ്രത്യേകത മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പോലും അറിയാത്ത ഇൽമാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പോലും അറിയാത്ത ഇൽമാണ്. അതിൻ്റെ അർത്ഥം എല്ലാ നിലക്കും ഖദിറാണ് മൂസയേക്കാൾ അറിവുള്ളവൻ എന്നല്ല. പിന്നെയോ ഹദീസിൽ കാണാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഖദിർ പറയുന്നുണ്ട്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഖദിർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. എന്ത്? ഇവർ കപ്പലിൽ യാത്ര പോകുമ്പോൾ കപ്പലിൻ്റെ അടുത്തൊരു പിന്നെ കുരുവി പാറി വന്നിട്ട് എന്ത് ചെയ്ത്, ആ കുരുവി സമുദ്രത്തിൽ 2 പ്രാവശ്യം ഇങ്ങനെ വെള്ളം കൊത്തി, ചെറിയ കുരുവി വെള്ളത്തിൽ 2 പ്രാവശ്യം കൊത്തി. അപ്പോൾ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, മൂസ ആ കുരുവി സമുദ്രത്തിൽ 2 പ്രാവശ്യം ഇങ്ങനെ വെള്ളം കൊത്തി. അപ്പോൾ ആ കൊത്തിയ കുരുവിയുടെ കൊക്കിൽ എത്ര വെള്ളം വന്നത്, എത്ര വെള്ളം നനഞ്ഞത്? അത്ര മാത്രമാണ് അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് എൻ്റെയും നിങ്ങളുടെയും പക്കലുള്ളത്. അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് എൻ്റെയും നിങ്ങളുടെയും പക്കലുള്ളത്. മനസ്സിലല്ലേ? എന്നിട്ട് ഖിദർ പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കുറേ ഇൽമ് നൽകി, അതെനിക്കറിയില്ല. എനിക്ക് കുറേ ഇൽമ് നൽകി, അത് നിങ്ങൾക്കും അറിയില്ല. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ, ഖിദറിനെ അറിയാത്ത കുറേ ഇൽമ് ആരടുത്തുണ്ട്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അറിയാത്ത കുറേ ഇൽമുകൾ ആരടുത്തുണ്ട്? ഖിദറിനുണ്ട്. ആരാണ് കൂടുതൽ ശ്രേഷ്ഠൻ? ഖിദർ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുത്ത പ്രവാചകനാണ്. യാ മൂസ ഇന്നി ഇസ്തഫൈതുക അലന്നാസ്, ജനങ്ങളെക്കാൾ മൂസ നിങ്ങളെ നാം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിൽ കാണാം. പക്ഷേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ വിഷയത്തിലും അറിവുള്ള വ്യക്തിയല്ല. പ്രത്യുത മൂസയേക്കാൾ ചില അറിവുകൾ ആരടുത്തുണ്ട്? അത്
ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലുണ്ട്. മാത്രമല്ല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ച സേവനങ്ങളും ഖിദർ നിർവഹിച്ച സേവനങ്ങളും തട്ടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ആരുടെ സേവനമാണ് ബൃഹത്തായത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടേതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂനും ഈജിപ്തിൽ, അതേപോലെ തന്നെ ഇസ്രായേലിയർക്ക്, അതേപോലെ തന്നെ ദൈവത്തിൻ്റെ വിഷയത്തിൽ കോപ്റ്റിക് വംശജർക്കും അതേപോലെ ഇസ്രായേലിയർക്കും ഒരുപോലെ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് നൽകി അനുഗ്രഹിച്ചത് ആരെയാണ്? ഖിദറിനെ അല്ല, പിന്നെ ആരെയാണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഖിദറിനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് നൽകിയിട്ട് അനുഗ്രഹിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സംസാരിച്ചത് ആരോടാണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോടാണ്. വക്കല്ലം അള്ളാഹു മൂസ തക്ലീമ. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രത്യേകം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം വിളിച്ച് പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിക്കുകയും അതേപോലെ തന്നെ ഒരു പ്രത്യേക മീആദ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഒരു വാഗ്ദത്ത സമയം നിശ്ചയിച്ച് ആ വാഗ്ദത്ത സമയത്തേക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ക്ഷണിച്ചു വരുത്തി. അതൊക്കെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഖിദറുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗ്യം അറിയപ്പെട്ടിട്ടുള്ളൂ. മനസ്സിലല്ലേ? അതുകൊണ്ട് തന്നെ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയേക്കാൾ തിൽക റുസുൽ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് മുർസലീങ്ങൾ അവരിൽ ചിലരേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രേഷ്ഠപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ് ഖിദറിനേക്കാൾ എന്ത് ശ്രേഷ്ഠത. പക്ഷേ ചില വിഷയങ്ങൾ ഖിദറിന് ആരെക്കാൾ അറിയാം? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയേക്കാൾ അറിയാം. മൂസയായാലും ഖിദർ ആയാലും അള്ളാഹുവിൻ്റെ അറിവിനെ തട്ടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൽമ എത്രയാണ്? അത് വളരെ കുറവാണ്. ഒരു കുരുവി വന്ന് ഉസ്ഫൂർ വന്നിട്ട് ഇവർ സഞ്ചരിക്കുന്ന കപ്പലിൻ്റെ വക്കിലിരുന്നിട്ട് സമുദ്രത്തിൽ 2 പ്രാവശ്യം ഇങ്ങനെ കൊത്തി. അപ്പോൾ കൊത്തിയപ്പോൾ അതിൻ്റെ ചുണ്ട് നനഞ്ഞില്ലേ? ഖിദർ പറയാണ്, മൂസ അള്ളാഹുവിൻ്റെ ഇൽമിൽ നമ്മുടെ പക്കലുള്ളത് എത്രയേ ഉള്ളൂ? ഈ കുരുവിയുടെ കൊക്കിൽ നനഞ്ഞ ഈ സമുദ്രത്തെ വെള്ളത്തിൽ എത്ര നനഞ്ഞിട്ടുണ്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം അലീമാണ്, അള്ളാഹു അല്ലാമാണ്. സുബ്ഹാനല്ലാഹ്. തയ്യിബ്. ഫവജദ അബ്ദൻ മിൻ ഇബാദിന ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിന വഅല്ലംനാഹു മിൻ ലദുന്ന ഇൽമ. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താണ് ഈ ഇൽമുൽ ലദുന്നി, സൂഫികളുടെ ഇൽമുൽ ലദുന്നി, അതേപോലെ തന്നെ പിന്നെ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സൂഫികളാണ് കുറേ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും. അതുകൊണ്ട് തന്നെ ഖിദറിനെ കുറിച്ച് സംസാരിച്ച സൂഫികളെക്കുറിച്ച്, അല്ലെങ്കിൽ ഖിദറിൽ വിശ്വസിച്ചിട്ട് ഈ അന്ധവിശ്വാസങ്ങൾ പറയുന്ന സൂഫികളെക്കുറിച്ച് ആധികാരികരായ പണ്ഡിതന്മാർ സൂഫികൾ എന്നല്ല പറയല്, സിന്ദീഖുകൾ എന്നാണ് പറയല്. സിന്ദീഖ് ആരാ? ഈ നിർമ്മതവാദികൾ, അല്ലെങ്കിൽ ഈ പിന്നെ യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ മതനിഷേധികൾ എന്ന രീതിയിലാണ് ഇതിൽ ഇവരെക്കുറിച്ച് പറയാറുള്ളത്, ഈ സൂഫികളെക്കുറിച്ച് പറയാറുള്ളത്. കാരണം അവരത്രമാത്രം അന്ധവിശ്വാസമാണ് പറയുന്നത്. സൂഫികൾ പറയുന്നത് ഖിദർ ഒരിക്കലും നബിയല്ല. ഖിദർ ആര് എന്നതിൽ ഈ ഇപ്പോൾ ഉണ്ടല്ലോ അബ്ദൻ മിൻ ഇബാദിന എന്ന് പറഞ്ഞേ, ഖിദർ ആര് എന്നതിൽ 3 അഭിപ്രായമുണ്ട്. ഒന്ന്, അദ്ദേഹം നബിയാണ്, അതാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം. 2, അദ്ദേഹം വലിയാണ്. സൂഫികൾ പറയുന്നത് വലിയാണെന്നാണ്. 3-മത്തേത് പറയുന്നത് മലക്കാണെന്നാണ്. കാരണം അതിന് 3 പേർ അതിൻ്റേതായ ചില ന്യായങ്ങൾ നിരത്തിയിട്ടുണ്ട്. പക്ഷേ ഖിദർ അത് നബിയാണ് എന്നുള്ളതിന് ആണ് തെളിവിൻ്റെ ബലം ഉള്ളത്. പണ്ഡിതന്മാരത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വലിയാണ് എന്നാണ് സൂഫികൾ സ്ഥിരീകരിച്ചത്. വലിയാണെന്ന് സൂഫികൾ സ്ഥിരീകരിച്ചു. കാരണം സൂഫികൾക്ക് അതിൻ്റേതായ ചില ചില താല്പര്യങ്ങളുണ്ട് അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി. ഇൻഷാ അല്ലാഹ് ആ ഒരു ഭാഗം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി തുടർന്ന് വരുന്ന വിഷയങ്ങൾ പറയുമ്പോൾ അവിടെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.